السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله الفائزين برضا الله. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ശരീഅത്തുകളുടെ മാനദണ്ഡം നിർണയിക്കുന്നത് കേവലം മനുഷ്യയുക്തിയുടെ അടിസ്ഥാനത്തിലോ ഭൂരിപക്ഷാഭിപ്രായത്തിൻ്റെ മാനദണ്ഡങ്ങളിലോ അല്ല. സാഹചര്യവും സമൂഹവും വ്യതിചലിക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ അഭിപ്രായങ്ങളിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ദർശിച്ചെടുക്കാൻ സാധിക്കും. കാരണം മനുഷ്യൻ ശരി തെറ്റുകളെ നിർണയിക്കുന്നത് കേവലം ആപേക്ഷികം മാത്രമാണ്. ദാരിദ്ര്യം, വരൾച്ച പോലത്തെ നാം നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവയെ നമ്മൾ ദുരന്തങ്ങളുടെ, തിന്മയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. എന്നാൽ സൃഷ്ടാവിലേക്ക് തുലനം ചെയ്തു നോക്കുമ്പോൾ അവയിലെല്ലാം മഹത്വവും മികവാർന്നതുമായിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവയെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഒരു ഉപഭോക്താവ് തനിക്ക് ലഭിച്ചിട്ടുള്ള ഉപകരണം നല്ല രീതിയിൽ ദീർഘകാലം ഉപയോഗിക്കണമെന്ന് ആശിച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കമ്പനി നൽകുന്ന മാനുവൽ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതുപോലെ ഈ സുന്ദരമായ സൃഷ്ടിഗോചരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. ആ നിയമങ്ങളും നിയന്ത്രണങ്ങളുമെല്ലാം സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നത് പ്രവാചകന്മാർ മുഖേനയാണ്. പ്രവാചകരുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഖുർആൻ പോലെ മനോഹരമായിരുന്നു. അടുക്കളയിലെ അടുപ്പ് മുതൽ രാജകൊട്ടാരത്തിലെ സിംഹാസനം വരെയുള്ള സർവ്വ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കടന്നുപോയിട്ടുള്ളത്. ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യജീവിതം മരണത്തോട് അവസാനിക്കുന്ന ഒന്നല്ല. തിന്മ ചെയ്തവനെ കൃത്യമായിട്ട് ശിക്ഷിക്കാനും നന്മ ചെയ്തവന് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകാനും ഒരിക്കലും ഭൗതിക ലോകത്തിൻ്റെ അളവുകോലുകൾക്ക് സാധ്യമല്ല. നിഷ്കളങ്കത മാറാത്ത പിഞ്ച് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി തോക്കിൻ്റെ കാഞ്ചി വലിക്കുകയും ആ കുട്ടിയിൽ നിന്ന് നിർഗളിക്കുന്ന രക്തം കണ്ടുകൊണ്ട് ആർത്തുല്ലസിച്ച് ചിരിക്കുന്ന സയനിസ്റ്റ് ഭീകരരുടെ ജീവിതം ഒരു മരണത്തോടുകൂടെ അവസാനിക്കുന്നതാണ് എങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ തെരുവിലൂടെ ഇറങ്ങി നടന്നുകൊണ്ട് തൻ്റെ ഭരണീയരിൽ ആർക്കെങ്കിലും പട്ടിണി അനുഭവിക്കുന്നവരുണ്ടോ എന്ന ആദിയിൽ വീടിൽ നിന്നും പുറത്തിറങ്ങിയ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം മരണത്തോട് അവസാനിക്കുന്നതാണ് എങ്കിൽ, പിന്നെ മനുഷ്യ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? തീർച്ചയായും ഭൗതിക ജീവിതം പാരത്രിക ലോകത്തേക്കുള്ളൊരു കവാടം മാത്രമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൗതിക ലോകത്തിലെ ഓരോ പ്രവർത്തനങ്ങളും
ഖൽബിൻ്റെ അകത്തളങ്ങളിലെ ചിന്ത വരെ നാളെയുടെ ലോകത്ത് പ്രതിഫലിപ്പിക്കേണ്ടി വരും. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പ്രതിപാദിക്കുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആരാധന ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ആരാധനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും കുടുംബപരവുമായിട്ടുള്ള ഏത് മേഖലയിലാണെങ്കിലും അവൻ്റെ നീയത്ത് നന്നാക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഇബാദത്തിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ശരിതെറ്റുകളുടെ മാനദണ്ഡം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കർമ്മശാസ്ത്രത്തിലൂടെയാണ് നമുക്ക് വരച്ചു കാണിക്കുന്നത്. കർമ്മശാസ്ത്രത്തിലൂടെ അഭിസംബോധനം ചെയ്യുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വ്യക്തികളിലൂടെയാണ്. പ്രായപൂർത്തിയാകാത്ത ബുദ്ധി കുറവുള്ള വ്യക്തികളുടെ ഉത്തരവാദിത്വം ഇവരുടെ മേലിൽ അർപ്പിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ചെയ്യുന്നത്. കർമ്മശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കത്തെ ഇബാദത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്, മുആമലാത്ത് എന്നീ നാല് തരമായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. അവ വാജിബ്, സുന്നത്ത്, ഹറാമ്, ഹലാല്, കറാഹത്ത് എന്നീ വകുപ്പുകളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ സാധാരണ പ്രവർത്തികൾ മുതൽ ക്രിമിനൽ സ്വഭാവമുള്ള ചെയ്തികൾ വരെ കർമ്മശാസ്ത്രത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ചെയ്യുന്ന പ്രവർത്തികൾക്കപ്പുറം മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധിയും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ വളരെയധികം പ്രധാനമായൊരു ഘടകമാണ്. അപരൻ്റെ അവകാശത്തെ ഹനിക്കാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അംഗീകാരവും അവകാശവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപരന് വേദന അനുഭവിക്കുമ്പോൾ ആ വേദനയിൽ പങ്കുചേരുക പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ മാനമാണ്. അയൽവാസിയുടെ വയറിരിയുമ്പോൾ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിലൊന്നായ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പണം വരെ തൻ്റെ അയൽവാസിൻ്റെ വിശപ്പണയ്ക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം. കാരണം ഇസ്ലാമിലെ കർമ്മശാസ്ത്രം മാനുഷിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. കർമ്മശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. കാരണം കർമ്മശാസ്ത്രം മനുഷ്യൻ്റെ സർവ്വ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ കർമ്മശാസ്ത്രത്തെ നിരാകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് സമാനം തന്നെയാണ്. കർമ്മശാസ്ത്രം ഒരു വ്യക്തിയെ അന്ധവിശ്വാസത്തിൽ നിന്നും മനസ്സിന് അത്യാഗ്രഹങ്ങളിൽ നിന്നും മുക്തമാക്കി പാരത്രിക ലോകത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന ഒരു പാതയാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.